മകരവിളക്കിനൊരുങ്ങി ശബരിമല. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തുന്നതോടെ സർവാഭരണ വിഭൂഷിതനായി അയ്യന് ദീപാരാധന നടക്കും. 1.5 ലക്ഷത്തോളം ഭക്തർ ദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷ. 2:50 മകരസംക്രമ പൂജകൾക്ക് തുടക്കമാവുക. മകരസംക്രമ നാളിൽ മകരജ്യോതി ദർശനം തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ഭക്തരുടെ കാത്തിരിപ്പ്, ഈ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള ഭക്തരുടെ നിമിഷങ്ങൾ എണ്ണിയുള്ള മണിക്കൂറുകൾ എണ്ണിയുള്ള കാത്തിരിപ്പിലാണ് സന്നിധാനം. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സുരക്ഷാ പരിശോധനകളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പർണശാലകളിൽ ധാരാളം ഭക്തജനങ്ങളാണ് തമ്പടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെത്തി സന്നിധാനത്ത് തുടരുന്ന ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്. പാണ്ടിത്താവളം മുതൽ അന്നദാന മണ്ഡപത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ, മരാമത്ത് ഓഫീസിന് മുൻഭാഗം, അരവണ കൗണ്ടറുകൾക്ക് മുൻഭാഗം, മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങൾ എന്ന് വേണ്ട എല്ലായിടങ്ങളിലും പർണശാലകൾ ഉയർന്നു കഴിഞ്ഞു. ഭക്തജനങ്ങൾ വിശ്രമിക്കുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി സന്നിധാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ തമ്പടിക്കുന്നുണ്ട്. ഈ ഭക്തജനങ്ങളെല്ലാം മകരജ്യോതി ദർശനത്തിന് ശേഷമായിരിക്കും മലയിറങ്ങുക. അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ് ഈ മണിക്കൂറുകളിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെയും ഇന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നതിൽ നിയന്ത്രണമുണ്ട്. ഇന്ന് 30,000 ഭക്തജനങ്ങൾ മാത്രമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ദർശനം അനുവദിക്കുക. ഒപ്പം തന്നെ മറ്റ് സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണത്തിലൂടെ 5000 ഭക്തരെ മാത്രമാണ് ഇന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരിക്കുന്ന ഭക്തരും ഈ മണിക്കൂറുകളിലെത്തി ദർശനം കഴിഞ്ഞ് മടങ്ങാതെ കാത്തിരിക്കുന്ന ഭക്തരുടെയും എല്ലാം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു തിരക്ക് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് തന്നെ സന്നിധാനത്തെ തിരക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി നിലയ്ക്കലും പമ്പയിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നില്ല. രാവിലെ 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. ഇനി തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ എത്തി ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി മകരജ്യോതി ദർശനത്തിന് ശേഷം മാത്രമായിരിക്കും നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. ഈ മകരജ്യോതി വ്യൂ പോയിന്റുകളിലും വലിയ തിരക്ക് ഉച്ചയോടുകൂടി അനുഭവപ്പെടും. മകരജ്യോതി വ്യൂ പോയിന്റുകളിൽ രാവിലെ മുതൽ തന്നെ ഭക്തർ മകരജ്യോതി ദർശനത്തിന് വേണ്ടി സ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി അത് വലിയ തിരക്കിലേക്ക് മാറും. ഈ ഭാഗങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പൂർത്തിയായിട്ടുണ്ട്. സന്നിധാനത്തിന്റെ വിവിധ മേഖലകളിലും സുരക്ഷാ പരിശോധനകൾ ഈ സമയവും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും എല്ലാം നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഷ്പാലങ്കൃത വികൃതമായി ഏറ്റവും നയന മനോഹരമായി മാറിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം. മനോഹരമായ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന്. ഇന്ന് മകരജ്യോതി ദിവസം, മകരസംക്രമ നാളിൽ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഏറ്റവും മനോഹരമായി തന്നെ പുഷ്പാലങ്കൃത വൃദ്ധമായി ഒരുക്കിയിരിക്കുകയാണ് ശബരിമല സന്നിധാനത്ത്. ഇനി ആ നിമിഷങ്ങൾ എണ്ണിയുള്ള ഭക്തരുടെ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ്. ഉച്ചയ്ക്ക് ലാഹയിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 5 മണിയോടുകൂടി ശബരിപീഠത്തും, പിന്നീട് 5:20 ശരംകുത്തിയിലും, പിന്നീട് 6 മണിയോടുകൂടി സന്നിധാനത്തേക്കും എത്തും. 6:15 തിരുവാഭരണ ഘോഷയാത്ര 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പസ്വാമിക്ക് ചാർത്തി ദീപാരാധന 6:40 നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഒരു പുണ്യ നിമിഷം, തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കാണുന്നതിന് വേണ്ടിയുള്ള ഭക്തരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ്, ഒരു വർഷത്തെ കഴിഞ്ഞ മകരസംക്രമ നാൾ മുതൽ ഈ മകരസംക്രമ നാൾ വരെയുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു വർഷത്തെ ആ പുണ്യ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിന്റെ എല്ലാ പൂർണ്ണതയിലേക്ക് ഇന്ന് സന്നിധാനം എത്തുമ്പോൾ അത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഭക്തരെത്തുന്ന ഒരു സുദിന പുണ്യ നിമിഷമായി മാറുകയാണ്. ആ നിമിഷത്തിന് വേണ്ടിയുള്ള മണിക്കൂറുകൾ എണ്ണിയുള്ള കാത്തിരിപ്പിലാണ് ശബരിമല സന്നിധാനത്തുള്ള മുഴുവൻ ഭക്തരും. ക്യാമറമാൻ പ്രക്ഷോഭിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.